സാഹിത്യ ചരിത്രത്തിൽ ലോകത്തെ മൊത്തം അത്ഭുതപ്പെടുത്തിയ ഏറ്റവും മനോഹരമായൊരു നോവലായിരുന്നു ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളെല്ലാവരുടെയും മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി വിശേഷിപ്പിക്കുന്ന ഇന്ദുലേഖ ഒരു സ്ത്രീപക്ഷ വായനയുടെ ബിംബമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കഥാപാത്രം ഇന്ദുലേഖ ഒരുപക്ഷെ നമ്മുടെ ഈ ക്ലാസ്സിൽ എല്ലാവരും ഇവിടേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഫസ്റ്റില കിറ്റിൻ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടാവും ഓരോ. അല്ല സാർ, വേദയൊന്ന് വിളിക്കാൻ. ഇനി അയാളെ കൊണ്ടുപോകണോ? വേദ. താങ്ക് യു സാർ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞേ നമ്മുടെ കഥാപാത്രമായ ഇന്ദുലേഖ എങ്ങോട്ടാ? വാ പറയാം. നമുക്ക് ലൂക്കോച്ചിനൊന്ന് കാണാം. കവിതയുടെ കാര്യല്ലേ? വേണ്ട. താനൊന്നും ഉണ്ടായിരുന്നേ, ഞാൻ സംസാരിച്ചോളാം. നല്ല കവിതയുടെ അതുകൊണ്ടല്ലേ ഈ പറയുന്നേ. നല്ലതായിരുന്നെങ്കിൽ അവരത് ഇഷ്ടപ്പെട്ടെടുത്തേനെ. എടോ അതൊക്കെ ഞാൻ വേണ്ട. ഇന്നലെ പറഞ്ഞില്ലേ സൃഷ്ടിയുള്ള ഉത്തരവാദിത്വം. അത് കവിത പബ്ലിഷ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആവാൻ പാടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടാവട്ടെ, എന്നിട്ട് പബ്ലിഷ് ചെയ്യാം. എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? ആ ശരിക്കും. ആ നമ്മളെപ്പോലൊരു നിലപാടൊക്കെ ഉണ്ട് അല്ലേ? ശരിയാക്കാം. എന്തോടെ പരിപാടി? അല്ലേട്ടാ കവിത ലോലമി പണികൾ ശാഖികള എന്തല്ലേ? അടിപൊളി. കൊള്ളാം, നല്ല വരികൾ. കൊള്ളാം. ഇത് ആരെഴുതിയതാ? ഇതിവിടെ എഴുതിയതാരാന്ന് അറിയത്തില്ല, പക്ഷേ ഈ കവിത ഫസ്റ്റ് ഇയർ മലയാളത്തിലൊരു കുട്ടിയുടേതാ. ആര്? എടാ ശ്രീവേദ. പരിപാടി കൊള്ളാല്ലേ? സംഭവിച്ചിട്ടുണ്ട്. ശ്രീവേദ കവിത നന്നായിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അത് ശരിയാട്ടോ, കവിത നന്നായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിൻസിപ്പൽ സംബന്ധിച്ച് ആ കുട്ടിയുടെ കവിത വായിച്ചുട്ടോ. നല്ല അസല് വരികളാ, നല്ല വൃത്തവും അലങ്കാരവും ഒക്കെയുള്ള ഒരു കവിത. നല്ല ഭാവിയുള്ള കുട്ടിയാ. അത് ശരിയാ അല്ലേ? മോളെ കവിത കണ്ടോട്ടോ, മനോഹരായിട്ടുണ്ട്. നിർത്തരുത്, ഇനിയും തുടർന്ന് എഴുതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ? ശരി ടീച്ചർ. ഇങ്ങനെ ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ പ്രിയെ, നാളത്തെ എഴുത്തുകാരിയായിരിക്കും ഈ കുട്ടിന്ന്. ഭാവിയിലെ വൈക്കം മാധവിക്കുട്ടിയാണ് അവൾ. മാധവിക്കുട്ടി അല്ലേ? ഇയാൾക്കൊക്കെ തേങ്ങ അറിയില്ല. ഓട്ടെ അപ്പൊ ശരി. നല്ല നേതാവേ, ആരെയും വയ്ക്കും